എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. 22 ശ്ലോകങ്ങൾ ഇപ്പം നമ്മൾ കേട്ടു, അതിൻ്റെ സാരവും മനസ്സിലാക്കി അല്ലേ. ഇന്ന് 23-ാമത്തെ ശ്ലോകം നോക്കാം. ദ്വേഷിച്ചോർക്കാത്മസൗഖ്യം പല വഴിയിൽ വരുത്തുന്ന ലീലാവിലാസം ഘോഷിച്ചോരോന്നു കേൾക്കാം അതിലും അതിശയം പിന്നെയും തോന്നുമസ്മിൻ. ഊഴിക്കീരേഴിനും നായകനൊരു പശുപപ്പിള്ളരും താനുമായി പൂഴിച്ചോറാടുമക്കോപ്പൊരു പൊഴുതിഹ കണ്ടാവു വൈകുണ്ഠവാസിൻ. ഊഴിക്കീരേഴിന് നായകനായ ആ ഭഗവാൻ ജഗന്നാഥൻ അല്ലെങ്കിൽ ജഗന്നിയന്താവ് ആയിട്ടുള്ള ആ ഭഗവാൻ ഈ കാലിപ്പിള്ളേരുടെ കൂടെ പൂഴിച്ചോറുണ്ടാക്കി കളിക്കുന്ന കോപ്പ് കാണണം. ആ അവസ്ഥ, ആ ഒരു രംഗം എനിക്കൊന്ന് കാണാൻ കൊതിയാവണു, ഒന്ന് കാട്ടിത്തരണേ എന്നാണ് പൂന്താനം ഇതിൽ പറയണത്. ദ്വേഷിച്ചോർക്കും ആത്മസൗഖ്യം, ഇങ്ങോട്ട് ദ്രോഹം ചെയ്യുന്നവർക്കെല്ലാം ഭഗവാൻ മോക്ഷം കൊടുത്തിട്ടുണ്ട്. എത്ര കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. നമ്മൾ സാധാരണ 10 അവതാരങ്ങൾ കേട്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ 24 അവതാരങ്ങളുടെ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 24 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ സനൽകുമാരന്മാർ, അതുപോലെ നരനാരായണന്മാർ, കപിലൻ, ദത്താത്രേയൻ, ഋഷഭൻ, പൃഥു, യജ്ഞൻ, അതിൻ്റെ കൂടെ ഈ കൂർമ്മ വരാഹവും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ 24 അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവസാനം കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യം കൂടിയും വ്യാസഭഗവാൻ ഈ ഭാഗവതത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാജാക്കന്മാർ ജനങ്ങളുടെ സമ്പത്തിനെ അപഹരിക്കുന്ന കള്ളന്മാർക്ക് തുല്യമാവും രാജാക്കന്മാർ അന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കള്ളന്മാരെ പോലെ രാജ്യം ഭരിച്ച്, അതെന്ന് വെച്ചാൽ ജനങ്ങളുടെ സമ്പത്തിനെ എങ്ങനെയൊക്കെയാണ് അപഹരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരെ എല്ലാം സംഹരിച്ച് ജനപരിപാലനം ധർമ്മപ്രകാരം നടത്താൻ ആയിട്ട് വിഷ്ണു യശസ് എന്ന ഒരു ബ്രാഹ്മണനിൽ നിന്നാണത്രേ കൽക്കി എന്ന പേരോടുകൂടിയ ലോകനാഥൻ ഭഗവാൻ അന്ന് കൽക്കി എന്ന അവതാരം. അതാരാ? വിഷ്ണു യശസ് എന്ന ഒരു ബ്രാഹ്മണനിൽ കൽക്കി എന്ന അവതാരം ഉണ്ടാവും എന്ന് ഇത് ഇപ്പം തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. വ്യാസ ഭഗവാൻ പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കലിയെ കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ല. എന്തെല്ലാം വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. ഇപ്പം കലി ബാല്യത്തിലാണ്, ഈ കുട്ടിത്തങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടേ ആയിരിക്കുന്നു. അങ്ങ് യൗവനാകുമ്പോഴത്തേനും കലിയുടെ ഒരു താണ്ഡവം എങ്ങനെയായിരിക്കും എന്ന് നമ്മളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ, പേടിയാവും. ഇപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഒരു വാർത്തയാണ് കേൾക്കുന്നത് അല്ലേ. ആ സമയം ഒരു നിവൃത്തിയില്ല. ഈ ജനങ്ങളെ നിക്കക്കള്ളി ഇല്ലാണ്ട് ആക്കി കഴിയുമ്പോൾ ദ്രോഹം ചെയ്യുന്നവർ, ഭൂമിക്ക് ദ്രോഹമായിട്ടുള്ളവർക്കൊക്കെ അവർക്കും മോക്ഷം കൊടുക്കും ഭഗവാൻ. അവർക്ക് ഈ ഭൂമിയിലുള്ള വാസം ഇല്ലാണ്ട് ആവുന്ന പക്ഷേ മോക്ഷമാണ്. ഭഗവാന്റെ കൈകൊണ്ട് തൊട്ടാൽ മോക്ഷമാണ്. അങ്ങനെ ശിഷ്ടർക്ക് സൗഖ്യം കൊടുക്കാൻ, അവർക്കും സൗഖ്യം കിട്ടും, ദ്രോഹിച്ചവർക്കും ദ്രോഹം അനുഭവിച്ചവർക്കും എല്ലാം സൗഖ്യം കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ഇതുപോലെ പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ ഓരോന്നും എല്ലാവരും ഇങ്ങനെ ഘോഷിച്ച് പറയുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ജഗന്നാഥനായിട്ടിരിക്കുന്ന ഭഗവാൻ ഈ
പശുപക്കുട്ടികളുടെ കൂടെ മണ്ണ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കളിക്കുന്ന ആ ഒരു പൂഴിച്ചോറാടും ആ കോപ്പ്, മണ്ണ് കൊണ്ട് ചോറുണ്ടാക്കി കളിക്കുന്ന വൈകുണ്ഠവാസിൻ ആ മഹാവിഷ്ണുവിനെ ആ ഒരു രൂപം, മണ്ണും കൊണ്ട് പൂഴിച്ചോറുണ്ടാക്കി കളിക്കുന്ന ആ കൃഷ്ണൻ്റെ ആ ഒരു രൂപം എന്നാണ് എനിക്കൊന്ന് കാണാൻ സാധിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം: അമ്പാടിക്കൊരു ഭൂഷണം രിപുസമൂഹത്തിന്നഹോ ഭീഷണം, പൈമ്പാൽ വെണ്ണ തൈർക്കുമോഷണമതിക്രൂരാത്മനാം പേഷണം, വൻപാപത്തിനു ശോഷണം വനിതമാർക്കാനന്ദ സംപോഷണം, നിൻ പാദം മതിഭൂഷണം ഹരതുമേ മഞ്ജീരസംഘോഷണം. അമ്പാടിക്കൊരു ഭൂഷണം, അമ്പാടിക്ക് ഒരു അലങ്കാരമാണ് ഈ കൃഷ്ണൻ. അതുപോലെ രിപുസമൂഹം എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ടുള്ളവർക്ക് ഭയങ്കര പേടി, അവർക്ക് കൃഷ്ണൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ പൈമ്പാൽ വെണ്ണ തൈർക്ക് മോഷണം, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാല്, വെണ്ണ, തൈര് ഇതൊക്കെ എവിടെ ഉണ്ടെങ്കിലും എവിടെയൊക്കെ പോയിട്ടാണെങ്കിലും എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. പിന്നെ അതിക്രൂരാത്മനാം പേഷണം, അതിക്രൂരന്മാരായിട്ടുള്ള അത്രയും ക്രൂരബുദ്ധിയായിട്ടുള്ളവർക്ക് ശിക്ഷകനാണ്. അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഈ ഒരു ഭഗവാനേ ഉള്ളൂ എന്ന്. പിന്നെ വൻ പാപത്തിന് ശോഷണം, എന്തെല്ലാം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വെള്ളം കോരുമ്പോൾ പോലും അതിലുള്ള വെള്ളം തിളപ്പിക്കുമ്പോഴും ഒക്കെയുള്ള അതിൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്. അവയൊക്കെ നശിച്ചു പോവും. അതൊന്നും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണ്ടേ? അന്നം, വെള്ളം ഇത് രണ്ടും നമുക്ക് വേണം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ നാരായണ എന്നൊന്ന് ജപിച്ചാൽ, നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും എന്ന് പൂന്താനം മുമ്പേ പറഞ്ഞു വച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൻ പാപത്തിന് ശോഷണം ആണ്. ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അറിയാതെ ചെയ്തതും അറിഞ്ഞുകൊണ്ട് ചെയ്തതും ഒക്കെ എല്ലാ പാപങ്ങളും നശിക്കും എന്നാണ്. പിന്നെ വനിതമാർക്ക് ആനന്ദ സംപോഷണമാണ്. ഗോപനാരിമാർക്ക് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. അത് പരമാനന്ദവർദ്ധകം ആണ്. പിന്നെ നിൻ പാദം അവിടുത്തെ മഞ്ജീര സംഘോഷണം, അവിടുത്തെ കാലിൻ്റെ ചിലമ്പൊലികൾ, കാലിലിട്ടിരിക്കുന്ന ആ മഞ്ജീരം എന്ന് പറഞ്ഞാൽ പാദസരം, ചിലങ്ക ഉണ്ടാക്കുന്ന ശബ്ദം. മതിഭൂഷണം ഹരതു മേ മഞ്ജീര സംഘോഷണം, എൻ്റെ ആ ഒരു ശബ്ദം എനിക്കുണ്ടാവുന്ന ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാവും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പല സംഘർഷങ്ങളും ബുദ്ധിക്ക് ഉണ്ടാവുന്ന ഒരു സമയത്ത് ഭഗവാന്റെ ആ മഞ്ജീരത്തിൻ്റെ നാദം എൻ്റെ ബുദ്ധിഭ്രമം നശിപ്പിക്കട്ടെ എന്നാണ് ഇതിൽ പറയണത്. നിൻപാദം മതിഭൂഷണം ഹരതുമേ മഞ്ജീര സംഘോഷണം എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന ഈ ഭഗവാൻ നമ്മളുടെയും ബുദ്ധിഭ്രമം തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാന്.
അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.